പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു MG കണ്ണൻ. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, അദ്ദേഹം അസുഖബാധിതനായിട്ട് ഏറെക്കാലമായോ? സംസ്കാരം എപ്പോഴാണ്? മറ്റു വിശദാംശങ്ങൾ. അനൂജ, പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു MG കണ്ണൻ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിലും ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഒക്കെ ഉൾപ്പെടെ നിരവധി കാലമായി മണ്ഡലത്തിൽ ഈ ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് വലിയ ഒരു പ്രകടനം UDFന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചു. ചിറ്റയം ഗോപകുറുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ് അദ്ദേഹം കഴിഞ്ഞ തവണ തോൽവി ഏറ്റുവാങ്ങിയത്. 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗവും ചെന്നിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റായി 2 തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചെന്നിയൂർ മാത്തൂർ സ്വദേശിയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ നിമിഷത്തിലൊക്കെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. 42 വയസ്സ് മാത്രമാണ് പ്രായം. ജില്ലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടൂർ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടത്. അല്പസമയത്തിനകം തന്നെ നിയുക്ത KPCC അധ്യക്ഷൻ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തും. പരുമല ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നിലവിലുള്ളത്. അല്പസമയത്തിനകം ഷഫി പറമ്പിലും ഒപ്പം തന്നെ നിയുക്ത KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടെത്തും. എന്തായാലും ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഈ ഒരു വിയോഗം. പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ യുവമുഖം കൂടിയായിരുന്നു MG കണ്ണൻ. DCC വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ വിയോഗമാണ് അല്പസമയം മുൻപുണ്ടായത്. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കണ്ണൻ.